അശ്വന്ത് ഒരു ദിവസം എഴുന്നേൽക്കുന്നു, കിടന്ന് വെളുപ്പിനാടിക്ക് ഉറങ്ങുന്നേ. ഈ അശ്വന്തിന്റെ ഒരു മനസമാധാനം ഒരു ഒരു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സമാധാനം പോകുന്ന 1-2% ഉള്ളൂ. അവർ വിചാരിച്ച എൻ്റെ മനസ്സമാധാനം പോകും, അല്ലാതെ വിരലെണ്ണാവുന്നേ ആരൊക്കെ ഞാൻ പറയുന്നില്ല. കൂടിപ്പോ ഒരു 5 ആള് അല്ലെങ്കിൽ ഫാമിലിയാണ്. ആ ഫാമിലിയിലും അല്ലാതെ എനിക്ക് പിന്നെ റിലേഷൻഷിപ്പ് ഉള്ളതും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് അത് പ്രശ്നമില്ലായിരിക്കും. വലിയ ഇപ്പം എൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനില്ല. ഇപ്പം എനിക്ക് ലെറ്റർ ഓൾറെഡി അങ്ങനെ ഇറക്കി വരാറുണ്ട്, ജോലി കളയും മറ്റേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നോർമലി ഒരു മനുഷ്യനുണ്ടാവാൻ ടെൻഷൻസ് എനിക്ക് ഉണ്ടാവാറില്ല. ഇപ്പം എൻ്റെ ജോലി പോകുന്ന പറഞ്ഞാൽ പക്ഷെ വളരെ മൈന്യൂട്ട്, വളരെ ചെറിയ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ടെൻഷൻ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇമോജി മാറി സ്ഥിരം സംസാരിക്കുന്ന ഒരാൾ ഇമോജി മാറി അയച്ചാൽ വല്ലാതെ പറയിടാവും. ഞാൻ അങ്ങോട്ട് കൊടുത്ത മെസ്സേജിന് തിരിച്ച് സാധാരണ വരാത്ത ഇമോജി ആകുമ്പോൾ എനിക്ക് സംതിങ് റോങ് എനിക്ക് ഫീൽ ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഞാൻ വറിയിടാവും, ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആവും. അതേ സ്ഥാനത്ത് എൻ്റെ ജോലി പോകുന്നവർ കത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ ആവില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് ഓപ്പോസിറ്റ് വഴിയില്ല, ഉൾട്ട വർക്ക് ചെയ്യുന്നത്. അപ്പം ആൾക്കാർ കയറി എന്നെ പോലെ ഇത്രയും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ഒരാൾ എന്തിനാണ് ഒരു ഇമോജി മാറി വറിയിടാവുന്നത്, അല്ലെങ്കിൽ സ്റ്റിക്കർ മാറി വറിയിടാവുന്നത്? ആവശ്യമില്ല. ഇതല്ല പ്രഷർ, അതാണ് എനിക്ക് പ്രഷർ. അതിലാണ് എൻ്റെ സമാധാനം പോകുന്നത്. പിന്നെ അയാൾ പിറ്റേന്ന് രാവിലെ വരെ മെസ്സേജ് അയച്ചില്ലെങ്കിൽ എൻ്റെ അന്ന് രാത്രി ഞാൻ ഭയങ്കര വറീഡായിരിക്കും, മനസ്സിലായി? അത് ബട്ട് അത് വളരെ വിരലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഓക്കെ. മെസ്സേജിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. ഒരു കോൾ ഇപ്പം വീട്ടിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓരോ കാലഘട്ടത്തിലും സിനിമയെ റിവ്യൂ ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കുള്ളിലെ ഗോസിപ്പുകൾ പറയാനും ഒരു വിഷയത്തിനെ പറ്റി ശക്തമായി പ്രതികരിക്കാനും ഓരോരോ ആൾക്കാരുണ്ടായിരുന്നിരിക്കണം. ഒരു പക്ഷേ പണ്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരു പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. എഴുത്തുകളിലൂടെ സിനിമയുടെ ഗോസിപ്പുകൾ പറയുകയും അല്ലെങ്കിൽ സിനിമയുടെ പിന്നാമ്പുറ കഥകൾ പറയുകയും ഞാൻ വായിക്കാറുണ്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ മേഖലയിൽ ഓരോരുത്തർ ആൾക്കാർ പൊങ്ങി വരും. അപ്പൊ ഇപ്പൊ റിവ്യൂവിൽ ഏറ്റവും കൂടുതൽ പൊങ്ങി വന്നിരിക്കുന്നത് അശ്വന്താണ്. പക്ഷെ അതൊരിക്കലും ഒരു സൈഡ് അശ്വന്തിന് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്, പക്ഷെ ഇപ്പുറ സൈഡ് ഭയങ്കരമായിട്ട് ശത്രുക്കളാണ് കൂടുതൽ. ഇപ്പം അശ്വന്തിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ അശ്വന്തിന്റെ ഒരു അടുത്ത തലമുറയോ ഒക്കെ ഒരു സിനിമയിലേക്ക് വരണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കലാരംഗത്തേക്ക് വരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അശ്വന്ത് കോക്കിന്റെ ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തടസ്സമായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു പേടിയില്ല വരും തലമുറയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ അശ്വന്തിന്റെ ഒരു ക്ലോസ് സർക്കിളുള്ള ഒരാൾക്ക്. ഇല്ല, എൻ്റെ ആരും സിനിമയിലേക്ക് വരില്ല. അതെങ്ങനെ പറയാം? അല്ല, അതെങ്ങനെ പറയാൻ പറ്റും? അതാ എനിക്കറിയാൻ പറ്റും. അടുത്തൊരു തലമുറ വരുന്നത് ഒരു സിനിമയിലേക്ക് വരില്ല. തലമുറ 2-3 തലമുറ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. തൊട്ട് നെക്സ്റ്റ് ഒരു തലമുറ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചാൻസ് വെരി ലെസ് ബട്ട് സ്റ്റിൽ ഇല്ലെന്നല്ല. അല്ല, അത് ആ സമയത്ത് അവർ ഡീൽ ചെയ്തോട്ടെ, അതിപ്പോ എനിക്കതിന് വലിയ ഉത്തരവാദിത്വമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു ശത്രുവലയം അവരുടെ കരിയറിനോ അല്ലെന്നുണ്ടെങ്കിൽ അശ്വന്തുമായിട്ട് ചുറ്റപ്പെട്ട ഒരാൾക്ക് അശ്വന്തിന്റെ പേര് പറഞ്ഞ് സിനിമയിലേക്ക് എത്താൻ ഓഫ് കോഴ്സ് ഒരു പേര് മറച്ചു വെക്കുന്ന അങ്ങനെയുള്ള ഗിൽറ്റ് അങ്ങനെയുള്ള ആളുകളല്ല എന്നെ ഫോളോ ചെയ്ത് വരുന്നത്. അതെനിക്കറിയാത്. എനിക്ക് നിങ്ങളെക്കാൾ നന്നായിട്ട് അവരെ അറിയാലോ, എനിക്കറിയാത്ത അങ്ങനെ സിനിമയിലേക്കൊന്നും അങ്ങനെ ഇല്ല. ഞാൻ ഉദ്ദേശിച്ചപ്പോൾ അശ്വന്തിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടല്ലോ, കുറെ ജനറേഷൻ കണ്ടില്ല, എനിക്കറിയില്ലല്ലോ, ഇപ്പം പറയാൻ പറ്റില്ല. തൊട്ട് ഇമ്മീഡിയറ്റ് അശ്വന്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വരില്ല, എനിക്കറിയാത്. ഇനി വന്നാൽ തന്നെ അവർക്ക് വരാൻ തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അവർ വരണ്ട. അത് നിർബന്ധമില്ലല്ലോ ഇതിൽ വരണമെന്ന്. എന്തെങ്കിലും റിവ്യൂ നിർത്തണം എന്ന് ആലോചിക്കുന്നുണ്ടോ? അതിപ്പോൾ അറിയില്ല, എനിക്കിത് മടുക്കും. ഇനഫ് തോന്നി കഴിഞ്ഞാൽ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? പഴയ ജോലിക്ക് ഉണ്ടാവും. പഴയ ജോലിക്ക് ഞാൻ ചിലപ്പോഴേ പോകും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നാട് വിടും, രാജ്യം വിടും. എന്തായിരിക്കും അപ്പോൾ ഒരു എയിം ഉണ്ടാവുക? അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് എന്തായിരിക്കും? ഞാൻ ഏതെങ്കിലും ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കും, അങ്ങനെ ഏതെങ്കിലും റിമോട്ട് വില്ലേജിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി താമസിക്കും, വേറെ ഏതെങ്കിലും രാജ്യത്ത്. മറ്റെന്തെങ്കിലും തൊഴിൽ അല്ല, അത്യാവശ്യം പൈസ എപ്പോഴത്തേക്ക് ആക്കണം. കുറേ കാലം തൊഴിലെടുക്കാതെ വെറുതെ താമസിക്കണം. സിന്ദഗി നാം ഇല്ലെങ്കിൽ സിനിമയിലെ ഹൃതിക് റോഷൻ പറയാതെ കണ്ടിട്ടുണ്ടാവുമല്ലോ, 30 തൊട്ട് 40 വയസ്സ് വരെ പട്ടിയെ പോലെ പണിയെടുത്ത് 40-ആം വയസ്സ് റിട്ടയർഡ് ആവണം. അതെ, അതാണ് അദ്ദേഹത്തിന്റെ ഒരു എയിം. അല്ല, അങ്ങനെ ആളും ബഹളമൊന്നും അധികം ഇല്ലാത്ത, നമ്മളെ തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത് പോയി താമസിക്കുക. അത് ഞാൻ വേറെ രാജ്യം ഉദ്ദേശിച്ചപ്പോൾ അങ്ങനെ പോസ്റ്റ് രാജ്യത്ത് അങ്ങനെയൊന്നുമല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രാജ്യത്ത് പോയി താമസിക്കാനുള്ള അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ട്. അതാണ് ഈ നമ്മളിപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ ആൾക്കാരെ പറഞ്ഞു, അവരുടെ ഹാർഡ് കോർ ഫാൻസിനെ പറഞ്ഞു, ഇപ്പം ജെനുവിൻ ഫാൻസിനെ പറഞ്ഞു. ഇതൊന്നുമല്ലാത്ത നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ
പല തട്ടിൽ നമുക്ക് അണികളെ നിരത്താം. ഭയങ്കരമായിട്ട് ഇന്റലക്ച്വലായിട്ട് ചിന്തിക്കുന്ന അണികളുണ്ട്, അതെ 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 അതെ. ഒരു ഇടത്തര അണികളുണ്ട്, അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാൻ നിൽക്കുന്ന അണികളുണ്ട്, തല്ലാനും കൊല്ലാനും നിൽക്കുന്ന അണികളുണ്ട്, ഒരു ബോധമില്ലാത്ത അണികളുണ്ടാവും. അതെ അതെ. ഈ കൂട്ടത്തിലും കാണും ഇപ്പൊ ഒരു ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടയ്ക്ക് അവൻ നെഗറ്റീവ് അവനെ തല്ലണം എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരതിന്റെ ആ ഒരു സെൻസ് എടുക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെ ഈ ആക്രമണവും കാര്യങ്ങളൊക്കെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ വന്ന് ഇടിച്ചു കയറി വരുക? ഇല്ലില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടോ? ഒന്നാമത് ഞാൻ അങ്ങനെ അവൈലബിൾ അല്ലല്ലോ അങ്ങനെ സിറ്റുവേഷൻ. അല്ല, ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് പുറത്ത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, അശ്വന്ത് ഏതോ ഒരു കടയിൽ മാസ്ക് ഇട്ടിട്ട് പോയി എന്തോ മേടിക്കാൻ പുറകിൽ നിന്ന് ഒരുത്തം പറ്റി ഇങ്ങനെ വീഡിയോ എടുക്കുക. അശ്വന്ത് പെട്ടെന്ന് നോക്കിയിട്ട് മുഖം തിരിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീഡിയോ ഉണ്ട്. ആണോ? അതിപ്പോ നോക്കിയത് വീഡിയോ കണ്ടിട്ടല്ല നോക്കിയത്. അശ്വന്ത് നോക്കുമ്പോൾ അങ്ങനെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് കടയിൽ പോയി ഒരു സാധനം മേടിക്കുക, ഇന്നത്തേക്കുള്ള റിവ്യൂവിനുള്ള സാധനം മേടിക്കണം മച്ചാന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തു. മറ്റേ ഫാൻസി ഷോപ്പില് അത് അവൻ എടുത്തപ്പോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അത് ഇട്ടപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെ എന്താ മെഡിക്കൽ ഷോപ്പല്ല, ഫാൻസി കടയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്റെ വീഡിയോസ് ഫോട്ടോസ് ആൾക്കാർ എടുക്കാറുണ്ട്, ഒളിച്ചു നിന്നിട്ടൊക്കെ എടുക്കാറുണ്ട്, ദൂരെ നിന്നൊക്കെ എടുക്കാറുണ്ട്, സൂം ചെയ്തിട്ടൊക്കെ. അത് വെറുതെ മറ്റുള്ളവരെ കാണിക്കാനോ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും, ഫേക്ക് ആയിട്ട് പോസ്റ്റ് ചെയ്യാലോ. ഇത്രയും സ്ട്രെസ്സും പ്രഷറിലും നിൽക്കുന്ന ഒരാള് ദൈവവിശ്വാസിയാണോ? നെവർ എവർ. അന്നുമല്ല ഇന്നുമല്ല. എന്തിനാണ് വിശ്വാസം ശരിക്കും? എങ്ങനെ വിശ്വാസം? ഒരു എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ല, ഒന്നും വിശ്വസിക്കുന്നില്ല. ഐ ബിലീവ് ഇൻ സയൻസ്. ഞാനൊരു എത്തീസ്റ്റാണ്. ദൈവം എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദൈവം സംഭവം ഇല്ല. ഇല്ല, ഇല്ലാത്ത സാധനത്തിൽ പിന്നെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. തീസ്റ്റും ഉണ്ട് എത്തീസ്റ്റും ഉണ്ട് അല്ലേ? തീസ്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, രണ്ടും ഉണ്ടല്ലോ. ഉണ്ട്. ഓരോ ആൾക്കാരോ ടൈപ്പ് അല്ലേ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. ഏത്തീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള കാര്യം, ദൈവം ഇല്ല എന്ന്. മറ്റേ നിങ്ങൾ പറയുന്ന ആന്റഗണിസ്റ്റ് അല്ല, മറ്റേ എന്താ ഞാൻ ചോദിക്കട്ടെ, വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് പക്ഷെ വിശ്വസിക്കുന്നില്ല. ബാക്കി ഞാൻ മറന്നു. ഈ ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് ശരിക്കും എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് അശ്വന്ത് പറയുന്നു, ഇപ്പം ഇവിടെ ഇപ്പൊ അല്ല ഞാൻ പറയുന്നു ഇവിടെ മോഹൻലാൽ ഉണ്ട്, ഞാൻ പറയുന്നത് ഞാൻ വിശ്വാസിയാണ്, ഇവിടെ മോഹൻലാൽ ഉണ്ട്, എന്നെ തീസ്റ്റ് വിളിക്കുന്നു. അശ്വന്ത് പറയാണ്, അശ്വന്തിന് അറിയാം അവിടെ മോഹൻലാൽ ഇല്ല. അപ്പൊ അശ്വന്ത് പറയാണ് ഇല്ല, ഇല്ലാത്തൊരു അശ്വന്തിന് കൃത്യമായിട്ട് അവിടെ ഇല്ലെന്നുള്ളത്. പിന്നെ അശ്വന്ത് എന്തിനാണ് സ്വയം ഇല്ലാത്ത ഒരു കാര്യം ഇല്ലെന്ന് പറയുന്നതിന് അയാളെ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളോട് വന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വിശ്വാസിയാണോ ചോദിച്ചോണ്ട്. അല്ല, അപ്പോഴും ഒരു പേര് പറയേണ്ട ആവശ്യം എന്താ? അപ്പം ഇപ്പൊ ഏത്തിസ്റ്റ് എന്ന് പറയുന്നൊരു പേരിന്റെ ആവശ്യമുണ്ട് ശരിക്കും? ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളെ വിളിക്കാൻ ഒരു പേരുണ്ട്. അതൊരു വാക്കല്ലേ, അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന വാക്കല്ലേ. അതിപ്പോ അവരെന്തെങ്കിലും വിളിക്കണ്ടേ? വാക്കില്ലാതെ എങ്ങനെ വിളിക്കും? ഇടയ്ക്കൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിലങ്ങനെ പോകാറില്ല, പോയാലും രാത്രിയിലാണ്, കാറിൽ പോയി തിരിച്ചു വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതെ അല്ല, പകല് പോകേണ്ട സാഹചര്യം വന്നാൽ പകല് പോകും. അത് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട്. അത് ഇപ്പോഴും കറങ്ങി വരുന്ന റീലാ അത്. അതെന്ന് വെച്ചാൽ നാട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. നാട്ടുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, വീടാക്രമിക്കാനൊക്കെ നോക്കി. എന്തിന്? ഞാൻ അങ്ങനെ കുഗ്രാമം എന്ന് പറഞ്ഞിട്ട് അതിന് കമ്മിറ്റി ഉണ്ടാക്കാൻ നോക്കി, പിന്നെ ജാഥ നടത്താൻ നോക്കി. അപ്പോൾ അത് അവരങ്ങനെയാണ് അത് എടുത്തത്. കുഗ്രാമം എന്നുള്ളത് അപരിഷ്കൃതമായ ഗ്രാമം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നാടിനെ തള്ളിപ്പറഞ്ഞെന്ന രീതിക്ക് എടുത്തത്. പിന്നെ എൻ്റെ ഒരു ടോൺ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്, ഒരു പുച്ഛം. ഞാൻ നാട്ടിൽ ഞാൻ പോകാറില്ല, ആര് ഇതാക്കാറില്ല, ഞാൻ രാത്രി കാറിന് പോയി ഞാൻ തിരിച്ചു വരും. അപ്പോൾ പറഞ്ഞ ടോണിലേ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമായി എൻ്റെ അടുത്ത്. ആ ദേഷ്യം ഇപ്പോഴും കാണുമായിരിക്കും. അവരുടെ നാട്ടിലെ ശത്രുക്കൾ അവസ്ഥയാലോചിച്ച് നോക്ക്. സാധാരണ ഏതൊരു ഓൺലൈൻ ശത്രുക്കളുള്ള ആൾക്കാർ നാട്ടിലെങ്കിലും ശത്രു ഇല്ലാതെ നാട്ടുകാരെ സപ്പോർട്ട് ഉണ്ടോ? എനിക്ക് അതുമില്ല. നാട്ടിലും പുറത്തിറങ്ങാൻ പറ്റില്ല, ശത്രുക്കളാണ്.